ശിഷ്യന്റെ അവസ്ഥയാണ് ശിഷ്യൻ ഗുരുവിനോട് ധൃതിയിൽ അറിയിച്ചത്. സംസാരമാകുന്ന കാട്ടുതീയിൽപ്പെട്ട് പൂർവപാപങ്ങളുടെ ഫലമാകുന്ന ദുഃഖങ്ങളാകുന്ന കാറ്റടിച്ച് അത്യധികം ദുരിതമനുഭവിച്ചുകൊണ്ട് ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അലയോ ഗുരു, അവിടുന്ന് പരിപാലിച്ചാലും അവിടെ രക്ഷിച്ചാലും ഈ ജനനമരണ സ്വരൂപമായ ഈ സംസാരത്തിൽ നിന്ന്, മൃത്യുവിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണം. അങ്ങക്കല്ലാതെ മറ്റാർക്കും എന്നെ രക്ഷിക്കാൻ ആവില്ല. അങ്ങയല്ലാതെ മറ്റൊരാളെ ഞാൻ അഭയമായും ശരണമായും കാണുന്നുമില്ല എന്നിങ്ങനെ പൂർണ്ണ ശരണാഗതി അടഞ്ഞു ഗുരുവിൻ്റെ പാദത്തിൽ. അപ്പൊ സംസാരത്തിന്റെ മറുകര കടന്ന് വെച്ചാൽ ഈശ്വര ആത്മസാക്ഷാത്കാരം നേടിയിരിക്കുന്ന ബ്രഹ്മാനന്ദാനുഭൂതിയിൽ മുഴുകിയിരിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രമേ ഈ സംസാര ദുഃഖങ്ങളിൽ പെട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ ഉദ്ധരിക്കാൻ, അതിനപ്പുറം നരകടത്താൻ സാധിക്കുള്ളൂ എന്ന് സൂചിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സർവാത്മന ശരണമടഞ്ഞ് അവിടുത്തെ പദാരബിന്ദങ്ങളെ ആശ്രയിച്ച് സേവിച്ചാൽ അവിടുത്തെ കാരുണ്യം കൊണ്ട് നമ്മുടെ അജ്ഞാനം നീങ്ങി സംസാര ദുഃഖങ്ങളുടെ മോചനം ഒരാൾക്ക് കിട്ടും, ഉറപ്പ്. അങ്ങനെ ഒരു ഗുരുനാഥനെ ശരണമടഞ്ഞ് ആശ്രയിക്കാൻ സാധിച്ചാൽ തന്നെ അവൻ ആ പരമാത്മാവാകുന്ന അല്ലെങ്കിൽ പരമലക്ഷ്യപ്രാപ്തിയാകുന്ന ആ രാജവീതിയിലെത്തി. ഇനി അധികം താമസിയാതെ ഭഗവത് പാദത്തിൽ എത്തിച്ചേരും എന്നർത്ഥം. മുക്തി സുഗമമായി തീരും എന്നർത്ഥം. പിന്നീട് മഹാത്മാക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. അവരെപ്പോഴും വസന്ത ഋതു പോലെ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നവരാണ്. കാരുണ്യം, കൃപ, ദയ ഇതൊക്കെ അവരുടെ സഹജമായ സ്വഭാവമാണ്. അവർ സ്വയം സംസാര സമുദ്രത്തെ കടന്നവരാണ്, വെച്ചാൽ സാക്ഷാത്കാരം നേടിയവരാണ്. തന്നെയുമായി ഇനിയും അജ്ഞാനത്തിൽ സംസാരത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതായ ആൾക്കാരെ കാണുമ്പോൾ അവരെയും കൂടി കരകയറ്റണം എന്ന് വിചാരിക്കുന്നവരാണ്. അപാരമായ കരുണാമൂർത്തികളാണ് അവര്. അതാണ് അവര് അജ്ഞാനികളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ആ മഹാത്മാക്കളുടെ സ്വഭാവമാണ് 2 ശ്ലോകത്തില്, 37, 38 ശ്ലോകത്തില്. 38 ശ്ലോകത്തിലും ആ മഹാത്മാക്കളുടെ സ്വഭാവത്തെ കുറിച്ച് തന്നെ പറയാം. അയം സ്വഭാവ സ്വത ഏവ യത്പര ശ്രമാപനോദ പ്രവണം മഹാത്മനാം സുധാംശുരേഷ സ്വയമർക്കകർക്കശ പ്രഭാഭിതപ്താമവതി ക്ഷിതിം കില. അയം സ്വഭാവ സ്വത ഏവ യത്പര ക്ഷമാപനോദ പ്രവണം മഹാത്മനാം സുധാംശുരേഷ സ്വയമർക്കകർക്കശ പ്രഭാപിതപ്താമവതി ക്ഷിതിം കില. അയം സ്വഭാവഃ മഹാത്മനാം അയം സ്വഭാവഃ. മഹാത്മാക്കളുടെ സ്വഭാവം ഇങ്ങനെയത്രേ. ഇത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. എന്ത്? അയം സ്വഭാവ, ഇത് മഹാത്മാക്കളുടെ സ്വഭാവ. എന്ത്? സ്വതഹേവ, തന്നെത്താനെ, സ്വയം തന്നെ, ആരും പ്രേരിപ്പിച്ചിട്ടല്ല. സ്വമേധയാ പരന്റെ അന്യന്റെ ശ്രമം, ബുദ്ധിമുട്ടുകളെ, കഷ്ടപ്പാടുകളെ, ദുരിതങ്ങളെ, ദുഃഖങ്ങളെ അപനോദം ചെയ്യാൻ വെച്ചാൽ ഇല്ലാണ്ടാക്കുക, നിർമാർജനം ചെയ്യുക, റിമൂവ് ചെയ്യുക. പ്രവണം, ആ പ്രവണത വെച്ചാൽ അന്യരുടെ ദുഃഖം തീർക്കുന്നതിൽ അതീവ തൽപരന്മാരായിരിക്കും മഹാത്മാക്കള്. മഹാത്മാക്കളുടെ സ്വഭാവമാണ് എന്ത്? മറ്റുള്ളവരുടെ ദുഃഖം കാണുന്ന സമയത്ത് ആ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. അവരതിൽ പ്രവണരാണ് വെച്ചാൽ അവരതിൽ എക്സ്പെർട്ടാണ്. അവർക്കതിനുള്ള കഴിവുണ്ട് എന്നർത്ഥം. അവർക്ക് മാത്രമേ കഴിയൂതാനും. മഹാത്മാക്ക് മാത്രമേ നമ്മളെ സംസാര സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അവരുടെ സ്വഭാവമാണ്. എങ്ങനെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ പഞ്ചസാരയുടെ സ്വഭാവമാണ് മാധുര്യം. അല്ലേ? പഞ്ചസാരയുടെ ശർക്കരയുടെ സ്വഭാവം എന്താ? മാധുര്യമാണ്. എന്തുകൊണ്ടാണ് അത് മധുരായെന്ന് ചോദിച്ചാലോ, അതതിൻ്റെ സ്വഭാവമാണെന്നല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ്
മറ്റുള്ളവരെ സഹായിക്കുക, പരദുഃഖം കാണുമ്പോൾ മനസ്സലിഞ്ഞ് അവരെ ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഒരു മഹാത്മാക്കളായത്. നമുക്കൊന്നും മറ്റുള്ളവരെ വിഷമം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കഷ്ടം തോന്നും, പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല. ഇംഗ്ലീഷിൽ പറയും എമ്പതി എന്നും സിമ്പതി എന്നും. അതായോ, സിമ്പതി നമുക്കൊക്കെ തോന്നും, പക്ഷെ എമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുള്ളൂ, എന്തെങ്കിലും ചെയ്യലുണ്ടാവുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? മറ്റത് ലിപ് സർവീസ് എന്ന് പറയാം, അധരവ്യായാമം അല്ലേ. കഷ്ടം നമ്മൾ വളരെ കഷ്ടം കാണുന്ന കഷ്ടം കൊണ്ട് മിണ്ടാണ്ട് പോകണം, ഒന്നും ചെയ്യുന്നില്ല. അപ്പം മനസ്സിന് വലിപ്പമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ ദുഃഖം കാണുമ്പോൾ എൻ്റെ ദുഃഖമാണ്, അതുപോലെയാണ് എൻ്റെ ദുഃഖം പോലെയാണെന്ന് പറഞ്ഞ് അവരെ സഹായിക്കാന്നുള്ളൂ. സർവചരാചരങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവായിരിക്കുന്ന ആ പരമാത്മതത്വത്തെ തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ച മഹാത്മാക്കൾക്ക് ഈ ലോകം മുഴുവൻ തൻ്റെ സ്വരൂപമാണ്. ആരും തന്നിൽ നിന്ന് അന്യരായിട്ടില്ല. മറ്റവൻ്റെ ദുഃഖം തൻ്റെ ദുഃഖം പോലെ തോന്നുന്ന. കണ്ണാടിയിൽ നമ്മുടെ മുഖം പ്രതിഫലിക്കില്ലേ? ഇതുമാതിരി ദുഃഖിതനായ ഒരാൾ വരുമ്പോൾ അവരെ ആ ദുഃഖം ഇവരുടെ ശുദ്ധമായ നിർമ്മലമായ മനസ്സിൽ, കണ്ണാടി പോലെയുള്ള മനസ്സിൽ പ്രതിഫലിക്കും. അപ്പോഴോ അവർക്കത് തൻ്റെ ദുഃഖമായിട്ട് തോന്നണത്, അവൻ്റെ അന്യൻ്റെ ദുഃഖമായിട്ട് തോന്നില്ല. അതുകൊണ്ട് തൻ്റെ ദുഃഖം നിൽക്കാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കില്ലേ? ഇതുപോലെ മഹാത്മാക്കള് അവരുടെ സ്വഭാവമാണ് അന്യരുടെ ദുഃഖം ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. അവരുടെ പ്രവണത, സ്വഭാവമാണ്. സ്വഭാവത്തിന് കാരണമില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം. എങ്ങനെയാണ് ഈ മഹാത്മാക്കളുടെ പരദുഃഖ നിവാരണത്തിനുള്ളതായ ശ്രമം സ്വാഭാവികമായി തീർന്നിരിക്കുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുക. എപ്രകാരമാണോ ചന്ദ്രൻ തൻ്റെ കിരണങ്ങളെ കൊണ്ട് സൂര്യന്റെ ചൂട് കൊണ്ട് തപിച്ചിരിക്കുന്നതായ ഭൂമിയെ കുളിർപ്പിക്കുന്നത്, തണുപ്പിക്കുന്നത്, അതുപോലെ സുധാംശു, സുധാംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അർത്ഥം. അംശു എന്ന് വെച്ചാൽ കിരണങ്ങൾ, റൈസ്. സുധ എന്ന് പറഞ്ഞാൽ അമൃതം, നെക്ടർ. അപ്പോ സുധാംശു എന്ന് പറഞ്ഞാൽ ആർക്കാണോ സുധാ ഇവ അംശൂനി യസ്യ, ആ അമൃത് പോലെയുള്ളതായ കിരണങ്ങള്, രശ്മികൾ ആർക്കാണോ ഉള്ളത് അതാണ് സുധാംശു എന്ന് പറയാം. സുധാംശു എന്ന വാക്കിനർത്ഥം ചന്ദ്രൻ അർത്ഥം. ചന്ദ്രകിരണങ്ങളെ അമൃത കിരണങ്ങളോട് ഉപമിച്ചിരിക്കുന്നത്. കാരണം എന്താ? എത്ര ദുഃഖിതനായ ഒരാൾക്കും കുറെ നേരം ആ പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ തന്റെ മനസ്സ് തന്നെ അലിഞ്ഞു പോകും, ദുഃഖങ്ങളൊക്കെ അലിഞ്ഞു പോകും, മനസ്സ് ശാന്താവും. പകൽ സമയത്ത് സൂര്യന്റെ ചണ്ടകിരണങ്ങളേറ്റ് ചുട്ടുപഴുത്തു കിടക്കുന്നതായ അന്തരീക്ഷവും ഭൂമിയും ആളുകളും ഒക്കെ ആ രാത്രിയിൽ ചന്ദ്രൻ അങ്ങോട്ട് ചോദിച്ചാലോ, ആ ചന്ദ്രൻ നിലാവ്, ആ ചന്ദ്രന്റെ നിലാവിലൂടെ ചന്ദ്രന്റെ ശീതള കിരണങ്ങൾ, ശീതളമാണ് ചന്ദ്രന്റെ കിരണങ്ങൾ, അതിനാണ് അമൃത കിരണത്തോട് ഒന്നിച്ചത്. ആ കിരണങ്ങൾ ഏറ്റാലോ നമുക്കടെ മേൽ കുളിർക്കണു, ഭൂമി തണുക്കണു അല്ലേ, എല്ലാ മനസ്സ് തണുക്കണു, മനസ്സിലെ വിഷമങ്ങളൊക്കെ പോണു. അതുകൊണ്ട് അമൃതകിരണനായിട്ട് ചന്ദ്രനെ ഉപമിച്ചു. അപ്പൊ സുധാംശു സുധാംശു, ഈ ചന്ദ്രൻ എപ്രകാരമാണോ സ്വയം, ആര് പറഞ്ഞിട്ടല്ല, സ്വയം അർക്ക കർക്കശ പ്രഭ അഭിതപ്തും ക്ഷിതിം അവധിക്കില. ചോദ്യം ചോദിക്കുക. ക്ഷിതിച്ച ഭൂമി, ക്ഷിതിയെ ഭൂമിയെ, സുധാംശു ഈ ചന്ദ്രൻ തന്റെ അമൃതകിരണങ്ങളെ കൊണ്ട് അവധിക്കില, രക്ഷിക്കുന്നില്ലേ? ഇതുപോലെയാണ് ചന്ദ്രൻ എങ്ങനെയാണോ ഈ ഭൂമിയെ സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന്, ആ ചൂടിൽ നിന്ന് രക്ഷിക്കുന്നത്, ഇതുപോലെയാണ് ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുക. ക്ഷിതിം അവധിക്കില, കിലാച്ച ചോദിക്കുക, ഈസന്റ് അങ്ങനെ ഇല്ലേ, രക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. എങ്ങനെ? ക്ഷിതിം അവധി, ഭൂമി എങ്ങനെയാ രക്ഷിക്കുന്നത്? അവധിച്ച ക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക, രക്ഷിക്കാന്നർത്ഥം. തപ്താം അവധി, ക്ഷിതിം തപിച്ചിരിക്കുന്നതായ ഭൂമിയെ. എങ്ങനെ ഭൂമി തപിച്ചു? അർക്കൻ സൂര്യൻ, കർക്കശം ഭയങ്കരമായ, ഹൊറിബിളായ അല്ലെങ്കിൽ ചണ്ടകിരണങ്ങൾ, അതുകൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ പ്രകാശം. അപ്പൊ അർക്കൻ സൂര്യൻ എപ്രകാരമാണോ തൻ്റെ കർക്കശമായ ചൂടുള്ളതായ
പ്രഭാ അഭിതപ്തും തൻ്റെ ചണ്ഡകിരണങ്ങളെ കൊണ്ട് തപിപ്പിച്ചിരിക്കുന്നത് ഭൂമിയെ. ആക്ഷിരിം ആ ഭൂമിയെ സുധാംശു ഈ ശീതളകിരണങ്ങൾ വർഷിച്ച് അമൃതകിരണനായ ചന്ദ്രൻ രക്ഷിക്കുന്നില്ലേ? ഇതുപോലെയാണ് മഹാത്മാക്കള് മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കണം. എന്ത് മനോഹരമായ ഉദാഹരണം അല്ലേ? ഇവിടെ ആണ് ആചാര്യസ്വാമികള് ഒരു തത്വചിന്തകനാണെന്ന് മറന്ന് ഒരു വലിയൊരു കവിയായി മാറുക. കവിത ഒഴുകാണ് ഈ വിവേക ചൂടാമണി ഉടനീളം. വയം സ്വഭാവ സ്വയേവ തൽപര സമാപനോദ പ്രവണം മഹാത്മനാം. ഒരാളുടെ സ്വഭാവത്തിന് കാരണം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എപ്രകാരമാണോ സൂര്യന്റെ തീഷ്ണങ്ങളായ കിരണങ്ങളേറ്റ് ചണ്ഡകിരണനാൽ തപിച്ചിരിക്കുന്ന ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയെ ശീതളകിരണനായ അമൃതകിരണനായ ചന്ദ്രൻ പരപ്രേരണയില്ലാതെ സ്വയമേവ കുളിർപ്പിച്ച് രക്ഷിക്കുന്നത്, അതുപോലെയാണ് മഹാത്മാക്കള് അന്യരുടെ ദുഃഖത്തിൽ നിൽക്കുന്നതിൽ തൽപരരായിരിക്കുന്നത്. അത് അവരുടെ സ്വഭാവമാണ്. ചന്ദ്രന്റെ സ്വഭാവമാണ് ഭൂമിയെ തണുപ്പിക്കാനുള്ളത്. ഇതുപോലെ മഹാത്മാക്കളുടെ സ്വഭാവമാണ് ദുഃഖിതന്മാരുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കി തീർക്കുക എന്നുള്ളത്.